ഗൗതത്തിനെ നോക്കുന്തോറും മാളവിൻ്റെ പേടി കൂടി വന്നു. ഗൗതത്തിന് ദർശനോടുള്ള വെറുപ്പ് മറ്റൊരാളെക്കാളും അവൾക്കറിയാം. ദർശനും മനീഷും കൂടിയാണ് ഗൗതത്തിൻ്റെ ജീവിതം തകർത്തത്. ആദ്യമായി പ്രപ്പോസ് ചെയ്യാൻ പോയപ്പോൾ അവൻ തന്നോട് അലറി വിളിച്ചു പറഞ്ഞത് താനും ഏട്ടൻ്റെ കൂടെ ചേർന്ന് ചതിക്കാൻ വന്നതാണെന്ന് വിശ്വസിച്ചത്, കൈ നീട്ടി ആഞ്ഞടിച്ചത് എല്ലാം അവളുടെ മനസ്സിൽ കൂടി ഒരു ചലച്ചിത്രം പോലെ കടന്നുപോയി. അറിയാതെ അവൾ കവളിലേക്ക് കൈവച്ചു. ഈശ്വരാ, ഏട്ടൻ്റെ കൂടി ചതിക്കാൻ നോക്കുവായിരുന്നു എന്നും പറഞ്ഞായിരുന്നു ആദ്യത്തെ അടി. ഇനി ഈ ദർശൻ്റെ കൂടെ നിന്ന് ചതിക്കുക എന്നും പറഞ്ഞ് അടുത്തത് കിട്ടുമോ? ഇനി അഥവാ തല്ലിയാലും ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് മാത്രം തല്ലല്ലേ. ഇന്നത്തെ ദിവസം അവൾക്കിട്ട് കൊടുത്തത് മുഴുവൻ ബൂമറാങ് പോലെ തിരിച്ചു വന്നതുപോലെ ആയിപ്പോകും. ഗൗതമിൻ്റെ മുഖത്ത് കുറച്ച് ശാന്തത വരുന്നത് പോലെ തോന്നി അവൾക്ക്. ആശ്വാസത്തോടെ ചുറ്റും നോക്കിയപ്പോഴാണ് അവജ്ഞയോടെ അവളെ നോക്കി നിൽക്കുന്ന പ്രിയയെ കണ്ടത്. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ പ്രിയയുടെ അടുത്ത ചോദ്യം അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. എന്താണ് മാളവിക, കമ്പനികളൊക്കെ മുതലാളിമാരുമായി നല്ല അടുപ്പം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആരൊക്കെയുണ്ട് ഇനിയും ലിസ്റ്റിൽ? മാളുവിന് അടിമുടി ഒന്ന് നോക്കി വല്ലാത്ത ഭാവത്തിൽ പ്രിയ പറഞ്ഞു. കേട്ടതിൻ്റെ ഞെട്ടിൽ ആയിരുന്നു മാളു. പ്രിയയിൽ നിന്നും അത്തരം ഒരു സമീപനം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്ന് നിൽപ്പിൽ ഒരുകി പൊളിച്ചു പോകുന്നത് പോലെ തോന്നി മാളുവിന്. കണ്ണുനീർ കാഴ്ചയെ മറച്ചുകൊണ്ട് നിറഞ്ഞൊഴുകി. മാളുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഗൗതത്തിന് അവനെ തന്നെ നഷ്ടപ്പെടുന്നതായി തോന്നി. വർദ്ധിച്ച ദേഷ്യത്തോടെ പ്രിയയെ തല്ലാൻ പാഞ്ഞെടുക്കുമ്പോഴേക്ക് മാളു അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഒരു നിമിഷം കൂടി മാളുവിൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കിയ ശേഷം അവൻ പ്രിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മാളുവിൻ്റെ മുമ്പിൽ നിർത്തി. അവൻ്റെ കൈ ഇരുമ്പാണെന്ന് പോലും തോന്നി പ്രിയക്ക്. അത്രക്ക് മുറുകെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. വേദന കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കുതറി. ഗൗതം, പ്ലീസ് ലീവ് മീ. എൻ്റെ കൈ വേദന എടുക്കുന്നു ഗൗതം, പ്ലീസ്, അവൾ അവനോട് അപേക്ഷിച്ചു. ഗൗതം അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അപ്പോളജീസ് ടു ഹെർ, അവൻ മുറുകിയ മുഖത്തോടെ പറഞ്ഞു. പ്രിയക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഒരു കമ്പനിയുടെ ഹെഡായ താൻ വെറും സെക്രട്ടറിയായ അവളോട് മാപ്പ് പറയാനോ? പ്രിയ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ഗൗതം വീണ്ടും പറഞ്ഞെങ്കിലും അവൾ മൗനം തുടർന്നു. സീ പ്രിയ, നീ മാളവികയോട് മാപ്പ് പറയാതെ ഇവിടുന്ന് പോകില്ല. ഗൗതത്തിനെ നിനക്ക് ശരിക്കറിയാലോ, അവൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. പ്രിയ പതുക്കെ തല കുലുക്കി. എന്നിട്ട് മാളവിനോട് പറഞ്ഞു, ഐ ആം സോറി മാളവിക. അവൾ മാപ്പ് പറഞ്ഞെങ്കിലും ആ കണ്ണിൽ തന്നോടുള്ള പക മാളവിന് തെളിഞ്ഞു കാണാമായിരുന്നു. പ്രിയയുടെ കയ്യിലുള്ള പിടുത്തം വിട്ട ശേഷം ഗൗതം മാളവിനെയും പിടിച്ചു വലിച്ചു കൊണ്ടവൾ അവളുടെ റൂമിലേക്ക് പോയി. കയറി. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പ്രതികരിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കാൻ നാണം ഉണ്ടോടി നിനക്ക്? അല്ലാത്ത സമയത്തൊക്കെ നല്ല നീളമുണ്ടല്ലോ. ആവശ്യമുള്ള സമയത്ത് നിന്റെ നാവ് എവിടെ പോകുമെടി? ഗൗതം ദേഷ്യത്തോടെ അലറി ചോദിച്ചു. മാളൊന്നും മിണ്ടാതെ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അവൾ പറയുന്നത് കേട്ട് മിണ്ടാതെ നിന്നതെന്തിനാ എന്ന് അവൻ വീണ്ടും ചൂടായി. അത് പെട്ടെന്ന് എനിക്ക് വിഷമം വന്നു. എന്നോടാരും ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അവൾ തല താഴ്ത്തി പറഞ്ഞു. പേടിയും വിഷമവും കാരണം പലപ്പോഴും ശബ്ദം ഇടറിയിരുന്നു. വീണ്ടും അവൾക്ക് വിഷമമാകുമെന്ന് കണ്ട ഗൗതം ഒന്നടങ്ങി. ഇനി മേലാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കരുത് കേട്ടല്ലോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. മാളു തലയാട്ടി. പോയി ഫ്രഷായി വാ. അതും പറഞ്ഞവൻ റൂമിലേക്ക് പോയിട്ടും മാളു അതേ നിൽപ്പ് ആയിരുന്നു. പ്രിയയോട് ഗൗതം പറഞ്ഞതൊക്കെ അവളുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. കൊല്ലാനാണോ വളർത്താനാണോ എന്നൊന്നും അറിയില്ലെങ്കിലും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. റൂമിൽ കയറിയ ഉടനെ പ്രിയ കയ്യിലുള്ള ബാഗ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ചുവന്ന് വീർത്ത കൈകൾ കാണുന്തോറും അവൾക്ക് മാളുവിനോടുള്ള ദേഷ്യം കൂടി വന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു ജോലിക്കാരിയോട് മാപ്പ് പറയേണ്ടി വന്നിരിക്കുന്നു. എയർപോർട്ടിൽ വെച്ചുള്ള മാളുവിൻ്റെ ചിരിയും ഇന്ന് തൻ്റെ നേരെ കൈ ഓങ്ങിയ ഗൗതത്തിനെ അവൾ തടഞ്ഞതും ഒക്കെ ഓർക്കുന്തോറും പ്രിയക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എല്ലാത്തിനും കാരണം നീയാ മാളവിക. എനിക്കേറ്റ എല്ലാ അപമാനത്തിനും നീ കണക്ക് പറയേണ്ടി വരും. അധികകാലം ആ ചിരി നിന്റെ മുഖത്തുണ്ടാവില്ല. എനിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുത്ത് ഈ പ്രിയക്ക് ശീലമുള്ളൂ. അവൾ ദേഷ്യത്തോടെ കണ്ണാടിയിൽ നോക്കി അലറി. കോൺഫറൻസ് ഹാളിന് പുറത്ത് ഗൗതത്തിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു മാളു. മീറ്റിംഗ് തുടങ്ങാറായി. ഗൗതം ഇതുവരെ എത്തിയില്ല. വിളിച്ചപ്പോൾ അവളോട് ഹാളിന് പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 10 മിനിറ്റ് കൂടിയുള്ളൂ മീറ്റിങ്ങിന്. ഇതിനും വേണ്ടി എന്ത് അത്യാവശ്യമാണോ എന്തോ ഈ സമയത്തുള്ളത്. ആ പുട്ടിയൊക്കെ അരമണിക്കൂർ മുമ്പേ കയറിയിരുന്നു കഴിഞ്ഞു. മാളു വഴിയിലേക്ക് നോക്കി പറഞ്ഞു. ഹേയ് മാളവിക, താനിപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളോ? ഗൗതം സാർ വന്നില്ലേ? പുറത്തേക്ക് ഇറങ്ങിയ ജീവൻ അവളോട് ചോദിച്ചു. മാളു അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. ഇല്ല ജീവൻ, ഇപ്പോൾ വരും എന്ന് തോന്നുന്നു. താനെന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത്? ഞാൻ വെറുതെ, അകത്ത് തന്നെ കണ്ടില്ലല്ലോ, അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ജീവൻ അവളെ തന്നെ നോക്കി പറഞ്ഞു. അവൻ്റെ നോട്ടം അത്ര ശരിയെന്ന് തോന്നാത്തത് കൊണ്ട് അവൾ കേൾക്കാത്തതായി ഭാവിച്ചു. താൻ എന്താടോ ഇങ്ങനെ? ഒരു പരിചയവും കാണിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി തരും. ഒന്നുമില്ലെങ്കിലും ഇനി മുതൽ ഒന്നിച്ചുണ്ടാവേണ്ടവരല്ലേ? മാളു പെട്ടെന്ന് അവനെ രൂക്ഷമായി നോക്കി.
അല്ല, കുറേ ദിവസം കൂടി ഒന്നിച്ച് ജോലി ചെയ്യേണ്ടവരല്ലേ എന്ന് മാളുവിൻ്റെ നോട്ടം കണ്ടവൻ പെട്ടെന്ന് തിരുത്തി പറഞ്ഞു. ദൂരെ നിന്നും നടന്നു വരുന്ന ഗോതത്തിനെ കണ്ടതും മാളുവിൻ്റെ ശ്വാസം നേരെ വീണു. ഇനിയിപ്പോൾ ഈ കോഴിയെ സഹിക്കണ്ട. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന മാളുവിൻ്റെ മുഖഭാവം പിറകിൽ ജീവനെയും കണ്ടപ്പോളെ ഗൗതത്തിൻ്റെ കാര്യം മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈ കോർത്തു പിടിച്ചു. മാളു ഞെട്ടി അവനെ നോക്കി. ശരീരമാകെ ഒരു തരിപ്പ് പടരുന്നത് പോലെ തോന്നി അവൾക്ക്. ഗൗതമിനെ നോക്കിയപ്പോൾ അവൻ കൂസലില്ലാതെ അവളുടെ കൈയും പിടിച്ച് മുൻപോട്ട് നടന്നു. ജീവനെ ഒന്ന് രൂക്ഷമായി നോക്കാനൊന്നും മറന്നില്ല. മീറ്റിംഗ് ഹാളിൽ ഇരുന്ന ദർശനും പ്രിയയും കൈകൾ കോർത്ത് നടന്നു വരുന്ന അവരെ കണ്ട് ഞെട്ടി. പ്രിയയും ദർശനയും കണ്ടതും ഗൗതമിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചച്ചിരി വിരിഞ്ഞു. മാളുവിൻ്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നടന്നു. ഗൗതമിൻ്റെ ഈ മാറ്റം അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവരെക്കാൾ കൂടുതൽ ആ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാതെ വേറൊരാളും അവിടെ ഉണ്ടായിരുന്നു. മറ്റാരുമില്ല, മാളു തന്നെയാണ്. ഗൗതമിൻ്റെ ഈ സ്നേഹം കൂടി കണ്ടപ്പോഴൊക്കെ തന്നെ കൊല്ലാൻ തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൾ ഉറപ്പിച്ചു. ഇങ്ങേരെന്തിനാ എന്നെ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ട് കൊല്ലുന്നത്? തെളിവ് നശിപ്പിക്കാനായിരിക്കും. വേദനിപ്പിക്കാതെ കൊല്ലുമോ എന്നെങ്കിലും ചോദിച്ചു നോക്കാമായിരുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. ശരീരം വിറക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അവളുടെ ശരീരം വിറക്കുന്നത് ഗൗതമിനെ മനസ്സിലാക്കിയിരുന്നു. ആ കുഞ്ഞിത്തലയിൽ ഓടുന്നതെന്താ എന്ന് അധികം ആലോചിക്കണ്ടായിരുന്നു അവനും. ഒരു ചിരിയോടെ അവൻ അവളെ അവിടെയുള്ള ഒരു കസാരയിൽ ഇരുത്തിയ ശേഷം അതിനടുത്തായി ഇരുന്നു. ഗൗതം, വാട്ട് ഈസ് ദിസ്? ഇവൾ PA ആണ്. നമ്മുടെ മീറ്റിങ്ങിൽ എന്തിനാണ് അവൾക്ക് അടുത്തിരിക്കാൻ പെർമിഷൻ കൊടുത്തത്? പ്രിയ ബാക്കിയുള്ളവരെ നോക്കി. മിക്കവാറും എല്ലാവരും ഒരു ഞെട്ടലിലായിരുന്നു. അവരുടെ ഒക്കെ കൂടെ വന്നവർ മാത്രം മാളുവിനെ കുറച്ച് അസൂയയോടെ നോക്കി. മാളുവിൻ്റെ തല കുനിഞ്ഞു. അവൾ എണീക്കാൻ തുടങ്ങിയെങ്കിലും ഗൗതം സമ്മതിച്ചില്ല. അവൻ മയങ്ക് വർമ്മയെ നോക്കി. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ വ്യവസായി. അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായുള്ള പ്രൊജക്റ്റ് പിടിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ മീറ്റിംഗ് നടക്കുന്നത്. അദ്ദേഹം അവനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ടു. ഗൗതം മറ്റുള്ളവരെ നോക്കിയപ്പോൾ എല്ലാവരും അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിയിരിക്കുകയാണെന്ന് തോന്നി. എനിക്കറിയാം, നിങ്ങളിൽ പലർക്കും ഇത് കൺഫ്യൂഷനും അലോസരവും ഉണ്ടാക്കുന്നുണ്ടെന്ന്. പക്ഷേ എൻ്റെ മിക്കവാറും ഉള്ള മീറ്റിങ്ങുകൾ എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓരോ മീറ്റിങ്ങിലെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ എനിക്ക് റിപ്പോർട്ട് വേണം. പിന്നീട് ഒരാശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ആണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ കാണും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെക്രട്ടറിയുടെ സഹായം തേടുന്നതിൽ തെറ്റില്ലല്ലോ, അവൻ വർമ്മയെ നോക്കി പറഞ്ഞു. മയങ്ക് വർമ്മയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഗൗതം പറഞ്ഞ കാരണങ്ങളൊക്കെ യോജിക്കാൻ കഴിയാത്തതാണെങ്കിലും മാളവന് വെറും ഒരു സെക്രട്ടറി അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവൻ്റെ കള്ളച്ചിരിയും ഭാവങ്ങളും എല്ലാം പലതും പറയാതെ പറഞ്ഞു. ഈ പ്രായം കടന്നു തന്നെ ആണല്ലോ താനും ഇവിടെ എത്തിയത്. അദ്ദേഹം ചിരിയോടെ തലയാട്ടി. ദർശനും പ്രിയക്കും അതിഷ്ടപ്പെട്ടില്ല എങ്കിലും പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. മീറ്റിങ്ങിൽ മുഴുവൻ മാളു സ്വപ്നലോകത്ത് തന്നെ ആയിരുന്നു. നടന്നതൊക്കെ ആലോചിക്കുന്തോറും അവളുടെ സംശയം കൂടിക്കൂടി വന്നു. ഗൗതത്തിന് തന്നെയായിരുന്നു പ്രൊജക്റ്റ് കിട്ടിയത്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊജക്റ്റിൻ്റെ വിജയവും അവൻ്റെ സ്മാർട്ട്നെസ്സും എങ്കിലും നന്നായി ഇഷ്ടപ്പെട്ടു. ദർശൻ്റെ മുഖത്ത് പ്രൊജക്റ്റ് ലഭിക്കുക എന്നതിൽ ഉപരി ഗൗതമിനെ തോൽപ്പിക്കുക എന്നുള്ള വാശിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ എളുപ്പത്തിൽ മയങ്കര മനസ്സിലായി. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം എല്ലാവരും പിരിഞ്ഞു. അവിടെ ദർശനും ഗൗതവും മാളവും മാത്രമായി. നീ റൂമിൽ പോയി നിന്റെ ബാഗും ഒക്കെ എടുത്തുകൊണ്ട് റിസപ്ഷനിലേക്ക് ചെല്ല്. ഞാനിപ്പോൾ വരാം, ഗൗതം മാളുവിനോട് പറഞ്ഞു. ഇപ്പോഴും ശരിക്കും ബോധം വീഴാത്തത് കൊണ്ട് മാളു ഒന്നും മിണ്ടാതെ പോയി. എന്താണ് ദർശൻ, ആദ്യത്തെ തോൽവിക്ക് തന്നെ ഇങ്ങനെ നിരാശനായാലോ? ഇനി എന്തൊക്കെ കിട്ടാനിരിക്കുന്നു? പഴയതൊന്നും മറന്നിട്ടില്ല ഞാൻ, ഗൗതം ദർശൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. ദർശൻ ദേഷ്യത്തോടെ ഗൗതമിനെ നോക്കി പല്ലുറുമ്മി. 2 വർഷം മുമ്പ് നിന്നോട് സംസാരിച്ച ഗൗതമല്ല ഇപ്പോൾ നിന്റെ മുമ്പിലുള്ളത്. കുറേ കാര്യങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. പക്ഷേ ഒന്ന് മാത്രം ഗൗതം മറന്നിട്ടില്ല, നിന്നെ എല്ലാം നഷ്ടപ്പെടുത്തി തെരുവിൽ ഇറക്കും എന്നുള്ളത്. നീ ചതിച്ചു നേടിയതും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതും എല്ലാം ദാ ഇതുപോലെ നിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകും, ഗൗതം പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഇപ്പോഴും മനീഷിനെ കൂട്ടുപിടിച്ച് നീ ഒരു നാടകം കളിക്കുന്നില്ലേ? അതിന് വേണ്ട. ഇനിയും നിന്നെ അവളുടെ പിറകെ കണ്ടാൽ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച. ഗൗതം അവനെ ഒന്നുകൂടി തറപ്പിച്ച് നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു. ദർശൻ അവൻ്റെ കയ്യിലിരുന്ന ഫയൽ വലിച്ചെറിഞ്ഞു. മാളു ഗൗതമിൻ്റെയും നോക്കി റിസപ്ഷനിൽ ഇരിക്കുകയായിരുന്നു. ഗൗതം വരുന്നത് കണ്ടവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ വാ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതും പറഞ്ഞ് ഗൗതം മുമ്പിൽ നടന്നു. ഇപ്പോഴാ? ഇന്ന് വൈകിട്ടല്ലേ തിരിച്ചു പോകേണ്ടത്? നടക്കുന്ന വഴി അവൾ ചോദിച്ചെങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല. ഇതേതാ ഈ കാർ? അവൻ്റെ കൂടെ വണ്ടിയിൽ കയറിക്കൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ റെൻറ്റിനെടുത്തതാ, അവളുടെ ആൾ എയർപോർട്ടിൽ വന്നോളും പിക്ക് ചെയ്യാൻ. അതും പറഞ്ഞവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. മാളുവിൻ്റെ ആലോചന തീരുന്നുണ്ടായിരുന്നില്ല. കാറിൽ ലിഫ്റ്റ് പോലും തരാൻ തയ്യാറായല്ലായിരുന്ന മനുഷ്യൻ ഇപ്പോൾ കാർ വാടകയ്ക്കെടുത്ത്
വാടകയ്ക്കെടുത്ത് കൊണ്ടുപോകുന്നു. ഇനി എന്നോട് പ്രേമം വല്ലതുമാണോ? പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ആകുമോ? അവൾ തല പുകഞ്ഞ് ആലോചിച്ചു. അവളുടെ ആലോചന കണ്ട് ഗൗതത്തിന് ചിരി വന്നു. ഒരു തടാകത്തിന്റെ കരയിലേക്ക് അവൻ കാർ പാർക്ക് ചെയ്തു. കുറച്ചു സമയം രണ്ടുപേരും നിശബ്ദരായിരുന്നു. ഗൗതമാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്നുള്ള ചിന്തയിലായിരുന്നു. ഗൗതമിന്റെ പെരിങ്ങലും അവളെ കൊണ്ടുവന്ന സ്ഥലവും ഒക്കെ കണ്ടപ്പോൾ മാളു മനസ്സിൽ ഉറപ്പിച്ചു, ഇത് തന്നെ പ്രൊപ്പോസൽ. ഈശ്വര, ഞാനിപ്പോൾ എന്ത് മറുപടിയാണ് പറയുന്നത്? പറഞ്ഞു തീരുമ്പോഴാണ് യെസ് എന്ന് പറഞ്ഞാലോ, അതോ കുറച്ച് ഗമ കാണിച്ചിട്ട് ആലോചിക്കട്ടെ എന്ന് പറയണോ? അവൾ പെട്ടെന്ന് മുടിയൊക്കെ നന്നായി ഒതുക്കി വെച്ചു. ഷോ, എന്നാലും ഒരു കാർഡൽ ലൈറ്റിൽ ഡിന്നറൊക്കെ ഒരുക്കി പെട്ടെന്നൊരു മോതിരം കാണിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടി ഗുമ്മ കിട്ടിയേനെ. ആ പോട്ടെ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതോ മനസ്സിൽ പറഞ്ഞ് ഗൗതം പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവൻ പറഞ്ഞു. അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ദ്രോൺ സിനിമയിലെ സീനാണ് വന്നത്. ഈ ഗൗതം വാസുദേവിൻ്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമോ എന്തിന്? ഗൗതത്തിൻ്റെ ആ ചോദ്യമാണ് അവളെ സ്വപ്നലോകത്ത് നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. അവൾ നോക്കുമ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അവൻ. എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയായിരുന്നു. അതിന് സമ്മതമാണെന്നാ പറഞ്ഞ് അവൾ നഖം കടിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. പ്രൊപ്പോസ് ചെയ്യാനോ? ഞാനോ? നിനക്കെന്താ വട്ടായോ? ഗൗതം അവളോട് ചോദിച്ചു. എനിക്കറിയാം, മിഞ്ഞാന്ന് എന്നെ സാരിയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ ആ ലുക്ക് കണ്ടപ്പോൾ എന്നോട് പ്രേമം തോന്നി എന്ന് എനിക്കറിയാം. അവൾക്ക് അവളെക്കുറിച്ച് തന്നെ വല്ലാത്ത അഭിമാനം തോന്നി. അവിടെ വെച്ച് പറയാൻ ചമ്മൽ ആയതുകൊണ്ടല്ലേ ഇവിടെ വരെ വന്നത്? അവൾ വീണ്ടും മുഖത്ത് നാണം വിതറിക്കൊണ്ട് പറഞ്ഞു. ഗൗതം തലയിൽ കൈവച്ചു. ഭയങ്കര കണ്ടുപിടുത്തുന്നുണ്ട് നിന്റെ തല. വെയിൽ കൊള്ളിക്കരുത് കേട്ടോ. എൻ്റെ കല്യാണം ഉറപ്പിച്ചു, അത് പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. കേട്ടതിൻ്റെ ഞെട്ടലിൽ മാളു കണ്ണും വീഴ്ച അവനെ നോക്കിയിരുന്നു.